അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 22 അധ്യായം 29 വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നീ എൻ്റെ ദീപമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, യഹോവേ, നീ എൻ്റെ പ്രത്യാശയും എൻ്റെ പ്രതിഫലവും എനിക്ക് വിവേകവും ബുദ്ധിയും തരുന്നവനുമാകുന്നു എന്നാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 12 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന നന്മകളുടെയും പ്രത്യാശയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും എല്ലാം ഉറവിടമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാകുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമെന്നും ദൈവം സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമെന്നും സത്യദൈവം ആരാണെന്നും മനസ്സിലാക്കണമെങ്കിൽ ഭോഷത്വമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനവും വിവേകവും നമുക്ക് അത്യാവശ്യമാണ്. ആ ജ്ഞാനം യേശുവിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് 18 സങ്കീർത്തനം 28 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് സങ്കീർത്തനക്കാരൻ നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പാപം ചെയ്ത് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം അന്വേഷിക്കുകയും ഏകസത്യദൈവത്തിൽ നിന്നുള്ള ബഹുമാനം നിരസിക്കുകയും ചെയ്താൽ അവിശ്വാസം നമ്മിൽ വളർന്നു വലുതാകും. യേശുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ യേശുവിലുള്ള വിലയേറിയ വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരും. സത്യവെളിച്ചമായ യേശു ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം നിരർത്ഥകവും പ്രത്യാശയില്ലാത്തതും പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നമ്മെ താഴ്ത്തിക്കളയുന്നതുമാകുന്നു. സത്യവെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തത് മൂലം അനേകരും പ്രത്യാശയില്ലാതെ വിഷാദ രോഗത്തിനടിമകളാവുകയോ കുറ്റകൃത്യത്തിൽ ചെന്ന് ചാടുവാൻ തക്കവണ്ണം സാത്താനാൽ വശീകരിക്കപ്പെടുകയോ ചെയ്യുന്നത് മൂലം ആത്മഹത്യ ചെയ്യുകയോ ജയിലുകളിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് 2 ശമൂവേൽ 22 അധ്യായം 29 വാക്യത്തിൻ്റെ പ്രാധാന്യം. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. ഇശായിയുടെ മകനായ ദാവീദ് തൻ്റെ അപ്പൻ്റെ തള്ളയാടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവനെ കണ്ടെത്തി. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന് 53 സങ്കീർത്തനം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവയെ കിന്നരം വായിച്ച് പാടി സ്തുതിക്കുന്ന ദാവീദിനെ ദൈവം കണ്ടെത്തിയെന്ന് 89 സങ്കീർത്തനം 20 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തു. 89 സങ്കീർത്തനം 20 വാക്യമാണ് നാം കേട്ടത്. തന്നെയുമല്ല 1 ശമൂവേൽ 16 അധ്യായം 1 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബെത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇതെല്ലാം ശമൂവേലിനോട് ദൈവം പറയുന്നതിന് മുമ്പേ ഇസ്രയേലിന് ഭരിപ്പാനായ ഒരു രാജാവിനെ ദൈവം ഇസ്രയേൽ മക്കളിൽ നിന്നും തന്നെ തിരഞ്ഞെടുക്കുവാനായി ദേശത്തെല്ലാം അന്വേഷിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 1 ശമൂവേൽ 13 അധ്യായം 14 വാക്യത്തിൽ കൂടിയാണ്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശൗലേ, നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് തനിക്ക് ബോധിച്ചൊരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം കേട്ടത് ശൗൽ രാജാവിനോട് ശമൂവേൽ പറയുന്ന വാക്കുകളാണ്. തനിക്ക് ബോധിച്ച പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്ന ബോധിച്ച പുരുഷൻ ദാവീദാണ്. ഈ സംഭാഷണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ തൻ്റെ അപ്പൻ്റെ ആടുകളെ വനങ്ങളുടെ സമീപെ നല്ല പച്ചപ്പുൽപ്പുറങ്ങളിൽ മേയിച്ചുകൊണ്ടിരിക്കുകയും ഇസ്രയേലിൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കുകയുമായിരുന്നു ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാതെ ആ സമയം ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുകയും വചനം വായിച്ച് വചനം അനുസരിച്ച് ദൈവിക വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്താൽ നിശ്ചയമായും നമ്മുടെ യുദ്ധങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. ദൈവം ദാവീദിനെ കണ്ടെത്തിയതിന് കാരണം ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യും എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നതിനാലാണ്.
ദൈവം പറയുന്ന വാക്യപ്രകാരമാണ്, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. ദൈവത്തിന് ബോധിച്ച ഒരു സഹോദരനോ സഹോദരിയോ ആയിത്തീരാമോ? ദാവീദിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക എന്നതായിരുന്നു അത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ്റെ ലക്ഷണമാണത്. നാം പല കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദാവീദ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ, യേശുവേ നിൻ്റെ മനോഹരത്വം എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? മോശ പ്രാർത്ഥിച്ചത് അപ്രകാരമാണ്. യഹോവ മോശയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ മോശ, നിൻ്റെ തേജസ് എനിക്ക് കാണിക്കണമേ എന്ന് അപേക്ഷിച്ചു. അതിന് യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ മഹിമയൊക്കെ നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മോശ ദൈവമഹത്വം കണ്ടു, ദാവീദ് ദൈവമഹത്വം കണ്ടു. ദൈവമഹത്വം കണ്ടു കഴിഞ്ഞാൽ പൗലോസിന് അവൻ്റെ കോടികളോ അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജ്ഞാനമോ പദവികളോ മനുഷ്യൻ്റെ പുകഴ്ചയോ തൻ്റെ സ്ഥാനമാനങ്ങളോ സകലതും ചപ്പും ചവറുമായിരിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ എന്ന്. തനിക്കുള്ളതെല്ലാം വിറ്റ് ക്രിസ്തുവാകുന്ന വിലയേറിയ മുത്ത് മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചെറിയ ലാഭത്തിന് ക്രിസ്തുവാകുന്ന വിലയേറിയ മുത്ത് വിൽക്കുന്നവരുമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശരിയായ വില നാം മനസ്സിലാക്കുന്നത് മരണശേഷം മാത്രമായിരിക്കും. അന്ന് അനേകർ നിലവിളിക്കുന്നത്, ഇത്ര നല്ല സ്നേഹിതനെ ഞാൻ നഷ്ടമാക്കിയല്ലോ എന്ന് ഓർത്തായിരിക്കും. ആരെല്ലാം മറന്നാലും നമ്മെ മറക്കാത്ത നല്ല സ്നേഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രൂശിനെ വിട്ട് നാം ഓടിയാലും നമ്മുടെ പിന്നാലെ വന്ന് നമ്മെ സാത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷിക്കുന്ന നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ലോകത്തിൻ്റെ വെളിച്ചവും നമ്മെ നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടവനുമാണ്. ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്നും എനിക്ക് ബോധിച്ച പുരുഷൻ എന്നും എൻ്റെ ഹിതമെല്ലാം ചെയ്യുന്നവൻ എന്നും ആണെങ്കിൽ, ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, യഹോവേ നീ എൻ്റെ ദീപമാകുന്നു എന്നും യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും എന്നുമാണ്. 2 ശമൂവേൽ 22-ാം അധ്യായം 29-ാം വാക്യമാണിത്. യഹോവ എങ്ങനെയാണ് ദാവീദിൻ്റെ ദീപമായി മാറുന്നത് എന്നും ദാവീദിൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നത് എങ്ങനെയെന്നും അല്പമായി ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ സത്യ വെളിച്ചം എന്ന് ഉദ്ദേശിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം തുടരുകയാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വെളിച്ചം എന്നത് പാപത്തെ പാപമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിവുള്ള പാപമില്ലാത്ത ദൈവപുത്രനും അവൻ്റെ വചനവും വിശുദ്ധ ജീവിതവുമാകുന്നു. ഇരുൾ എന്നത് സാത്താനും അവൻ്റെ ഇഷ്ടവിനോദങ്ങളായ സകലവിധ അശുദ്ധ പാപങ്ങളുമാകുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, നീ എൻ്റെ ദീപമാകുന്നു എന്ന്. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഇവിടെ പാപമില്ലാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നും അവനിൽ അല്പം പോലും ഇരുട്ട് അഥവാ പാപമില്ല എന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, യേശു തന്നെ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ യേശു പറഞ്ഞതിനനുസരിച്ച് അവനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ തക്കവണ്ണം അവനിൽ പാപമില്ലായിരുന്നുവെന്ന് സാത്താനും പീലാത്തോസും മറ്റനേകരും സാക്ഷ്യം പറയുന്നുണ്ട്. പൗലോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞത്, അവൻ നിഷ്കളങ്കൻ, നിർമ്മലൻ, നിർദോഷൻ, പാപത്തോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്നാണ്.
അവനിൽ പാപമില്ലായിരുന്നതിനാൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശു നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം തരുന്നവനാണ്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ എന്ന് എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവമൊരു ദീപം കണക്ക് തൻ്റെ എല്ലാ വഴികളിലും നീതിയോടെയും വിശുദ്ധിയോടെയും ജീവിക്കുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ മുന്നിൽ നടന്ന് പാപവഴിയിൽ നിന്നും രക്ഷിക്കുകയും വിശുദ്ധ വഴിയിലൂടെ നടത്തി പാലിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ശൗലിൻ്റെ അങ്കിയുടെ അഗ്രം മുറിച്ചപ്പോൾ തന്നെ അവൻ്റെ മനസാക്ഷി അതിനെതിരെ വിലപിച്ചതും സങ്കടപ്പെട്ടതും. യഹോവയുടെ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് അനുസരിക്കുവാൻ തക്കവണ്ണം നാം യേശുവിൻ്റെ പിന്നാലെ ചെന്നാൽ നമ്മുടെ കാലുകളെ നേർപ്പാതയിൽ നടത്തിച്ച് നമ്മുടെ വഴി കുറവ് തീർത്തു തരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശു നമ്മുടെ രക്ഷകനായി തീർന്നാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം ദുഷ്ടൻ നമ്മുടെ പാതയ്ക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പാപത്തിൻ്റെ കെണികളെ വെളിച്ചമായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരികയും നീതിമാർഗത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം പാപം മൂലം മരിച്ച നമ്മുടെ ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യും. ഇതിനെ ഉദ്ദേശിച്ചാണ് ദാവീദ് ദൈവം തൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പരിശോധിക്കാമോ? നാം വെളിച്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പാപം നമ്മെ വിട്ടകന്നു മാറും. സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം മാറുന്നതുപോലെ. ആകയാൽ ആത്മീക ജീവിതത്തിൽ നീതിയും അനീതിയും മനസ്സിലാക്കി നീതിയിൽ ജീവിക്കുവാനും പാപവഴികളെ മനസ്സിലാക്കി ആ വഴികളെ ഒഴിഞ്ഞ് രക്ഷപ്പെട്ട് യഹോവയുടെ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുവാനും ദൈവാത്മാവിന് ദാനമായി തരുന്ന സത്യവെളിച്ചമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നമുക്ക് അനുസരിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല വചനത്തിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് പാപത്തിൽ നിന്നും മോചനം കൊടുക്കുകയാണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.